പ്രശസ്ത സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചു. 98 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 40ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് മുഹ്സിന അസു ചേരുകയാണ്. മുഹ്സിന, എപ്പോഴായിരുന്നു സാനു മാസ്റ്ററുടെ അന്ത്യം? മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നൗഫൽ, അല്പസമയം മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത സ്ഥിരീകരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി ചികിത്സയിൽ തുടരുകയായിരുന്നു. വീട്ടിൽ വെച്ച് വീണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നതിന് പിന്നാലെ ന്യൂമോണിയ ഉൾപ്പെടെ ബാധിച്ച് ആരോഗ്യാവസ്ഥ വളരെ മോശമായൊരു സ്ഥിതിയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഉൾപ്പെടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയുമായിരുന്നു കേരളക്കരെ ആകെ. കാരണം കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സൂചിപ്പിച്ചതുപോലെ തന്നെ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകൻ, അധ്യാപകൻ, അങ്ങനെ സാനുമാഷിന് പലതരത്തിലുള്ള വിലാസങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുക. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും അവസാന കാലത്ത് പോലും അദ്ദേഹം പല വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായി പങ്കെടുക്കുകയും ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തന്നെ കൃത്യമായുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ എം.കെ. സാനു. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നു. വളരെ വാത്സല്യത്തോടു കൂടിയാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് ചില രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടി പോകുമ്പോഴൊക്കെ തന്നെ കൃത്യമായ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ ഏറ്റവും അവസാന കാലത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഏറെ അവശതകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഈ പൊതുമേഖലയിൽ, പൊതുരംഗത്തൊക്കെ തന്നെ അദ്ദേഹം നിറസാന്നിധ്യമാണ് എന്നുള്ളത് ഏർക്കും ഒരു പ്രചോദനം ആണ്. കാരണം ആരോഗ്യം ഒക്കെ വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ അടുത്തുകൂടി കഴിഞ്ഞ മാസം അവസാന വാരത്തിലൊക്കെ തന്നെ അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികൾ എറണാകുളം ജില്ലയിൽ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട്, കൃത്യമായ പല മേഖലകളിലും അദ്ദേഹം തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച സാനുമാഷ് വിട പറയുകയാണ്. കേരളത്തെ സംബന്ധിച്ചേറെ വേദന നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് എറണാകുളം മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട് മഹാരാജാസിന്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. ദീർഘകാലം അദ്ദേഹം അവിടെ അധ്യാപകനായി ജോലി ചെയ്തു. ഇപ്പോഴും ഈ എറണാകുളം മഹാരാജാസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി അനവധിയായ പ്രശസ്തർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. സാഹിത്യരംഗത്ത് സജീവമായിരുന്ന സാനു മാസ്റ്റർ 40ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ പുതിയൊരു പുസ്തകം പുറത്തിറങ്ങാൻ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 1985-ലും 2002-ലും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടി. 2011-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും സാനുമാഷെ തേടിയെത്തി. മഹാകവി വൈലോപ്പള്ളിക്ക് ശേഷം പുരോഗമന സാഹിത്യ സംഘം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി അദ്ദേഹം സജീവമായിരുന്നു. അതായത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സാനു മാസ്റ്റർ പാർലമെന്ററി രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റേതായ വെന്നിക്കൊടി നാട്ടിയ ഒരു ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. 1987-ൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് കോൺഗ്രസ് നേതാവ് A.L. ജേക്കബിനെ പരാജയപ്പെടുത്തി അങ്ങനെ നിയമസഭയിൽ എത്തി MLA ആയി മാറിയ ഒരു ചരിത്രവും അദ്ദേഹത്തിന് ഉണ്ട്. 1928-ൽ ആലപ്പുഴ തുമ്പോളിയിലാണ് ജനനം. 4 വർഷത്തോളം സ്കൂൾ അധ്യാപകനായും പിന്നീട് അങ്ങോട്ട് വിവിധ കോളേജുകളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. പിന്നീട് മഹാരാജാസ് കോളേജിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം അന്നു തൊട്ടിങ്ങോട്ട് എറണാകുളം ജില്ലയിലായിരുന്നു. അദ്ദേഹം നഗരഹൃദയത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ അടുത്താണ് മരണപ്പെട്ടത്. എന്താണെങ്കിലും ഭാര്യ മരിച്ച വേദനയ്ക്കിടയിലും ആരോഗ്യം വളരെ രീതിയിൽ തളർത്തിയ സാഹചര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം ഈ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പല പരിപാടികളിലും സജീവ സാന്നിധ്യമായി പങ്കെടുക്കുന്നു എന്നുള്ളൊരു വളരെ ആർക്കും ഉത്തേജനം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് സാനുമാഷെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. എന്താണെങ്കിലും നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി തന്നെ സാനുമാഷിന്റെ വിയോഗം വളരെ സങ്കടകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഏറെ ദുഃഖം തോന്നുന്ന വാർത്തയാണ് നോഫൽ പങ്കുവെക്കാൻ സാധിക്കുന്നത്.
മുസ്ലിം, നമുക്കറിയാം 8 ദശാബ്ദക്കാലം മലയാളി സമൂഹത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സൗമ്യ സാന്നിധ്യം എല്ലാവരെയും വല്ലാതെ അദ്ദേഹത്തോട് അടുപ്പിക്കും. പ്രത്യേകിച്ചും എറണാകുളത്ത് എല്ലാ സദസ്സിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാം. മാധ്യമപ്രവർത്തകരോടൊക്കെ വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം എത്രത്തോളം വലിയ നഷ്ടമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കുന്നത്? നൗഫൽ, അത് തന്നെയാണ്. നമ്മൾക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് എറണാകുളത്ത് വഞ്ചി സ്ക്വയർ, അതുപോലെ തന്നെ ചങ്ങമ്പുഴ പാർക്ക്, എറണാകുളത്തിന്റെ വിവിധ സ്ഥലങ്ങൾ, മറൈൻ ഡ്രൈവ് പരിസരം, ഇവിടെയൊക്കെ സാധാരണഗതിയിൽ ഒരു ഈ പരിപാടികളൊക്കെ, പൊതുപരിപാടികളും അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ, പിന്നെ ചാവറ കൾച്ചറൽ സെന്റർ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്ത് കൂടി നിരവധിയായ പരിപാടികൾ നടന്നതിലൊക്കെ തന്നെ നിറസാന്നിധ്യമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് സാനു മാഷ്. പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹം ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് എന്ന് പറയുന്നത് വളരെ ശരിയാകും. കാരണം പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. പല പൊളിറ്റിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ തേടി മാധ്യമപ്രവർത്തകർ പോകും. ഒന്നിലധികം മാധ്യമപ്രവർത്തകർ കയറി വീടിന്റെ ഉമ്മർപ്പടിയിൽ എത്തിയാൽ പോലും ഒരു തരത്തിലുള്ള വിരസം കാണിക്കാതെ അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകൾ പറയും. ഏതെങ്കിലും രീതിയിൽ വൈയായ്ക ഉണ്ടെങ്കിൽ പിന്നീട് കാണാമെന്നും അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാനും അതുവഴി പ്രതികരണങ്ങൾ തരാനൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. അതായത് ആരെയും നിരാശരായി മടക്കുന്ന ഒരു പ്രവണത അദ്ദേഹത്തെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വെച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു വിട വാങ്ങുന്നത്. പ്രായമേറെയുണ്ട്, 98. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ആരോഗ്യ ഈ പറഞ്ഞ പൊതു മണ്ഡലങ്ങളിൽ അദ്ദേഹം പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. പ്രിയ സഖി വിടവാങ്ങിയ സമയത്ത് ഉൾപ്പെടെ അദ്ദേഹം അതിനുശേഷം ഒക്കെ തന്നെ ഇത്തരത്തിൽ പൊതു രംഗത്തൊക്കെ തന്നെ സജീവമായി നിന്നിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സാഹിത്യ രംഗത്ത് സജീവമായിരുന്നു. 40ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു.